ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇത് തിരുവോണ ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ അത്തപ്പൂക്കളം ഇടുന്നതിനുള്ള ശ്രമമാണ്. കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോളും കൂട്ടുകാരിയും കൂടെ ചേർന്നാണ് അത്തപ്പൂക്കളം ഇടുന്നത്. ഉള്ള പൂക്കളൊക്കെ വെച്ച് വളരെ മനോഹരമായ രീതിയിൽ ഒരു ചെറിയ അത്തപ്പൂക്കളം ഇടാനുള്ള ശ്രമത്തിലാണ്. പല കളറിലെ പൂക്കളെല്ലാം കൂടെ ചേർന്നാണ് വാങ്ങിയത്. പൂക്കടയിലൊക്കെ വളരെ തിരക്കായിരുന്നു. അതുപോലെ പൂവിനൊക്കെ ഭയങ്കര വിലയുമായിരുന്നു. രാവിലെ തന്നെ സഹായിക്കുന്നതിനായിട്ട് മോളുടെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്ന് വളരെ മനോഹരമായ ഒരു അത്തപ്പൂക്കളം ഇടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മാർക്കോ കുട്ടൻ അടുത്തിരിപ്പുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഓരോ ദിവസം ഓരോ കളറിലെ പൂക്കളായിരുന്നു ഇടുന്നത്. അത്തം മുതൽ 10 ദിവസവും 10 കളറിലെ പൂക്കളൊക്കെ ഇട്ട് 10ാമത്തെ ദിവസം വളരെ മനോഹരമായ വലിയൊരു അത്തപ്പൂ ഇടുന്നതായിരുന്നു പതിവ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയത്തില്ല. അവരൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവർക്കതൊന്നും അറിയത്തില്ല. എന്തായാലും ഉള്ള പൂവൊക്കെ വെച്ച് നല്ല മനോഹരമായ വലിയൊരു അത്തപ്പൂക്കളം ഞങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞു. പിന്നീട് ഇതിൻ്റെ പൂക്കളം ഇട്ടതിന് ശേഷം എല്ലാവരും കുറേ ഫോട്ടോയൊക്കെ അത്തപ്പൂവിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഇരുന്ന് എടുത്ത ഫോട്ടോയൊക്കെ നോക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ മോളാണ്. ഇത് എൻ്റെ മകനും മകളുമാണ്. പിന്നീട് ഉച്ചക്കലത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുവിധം എല്ലാ കറികളെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാത്തിനും കടുവൊക്കെ വറുത്തിടുന്ന ജോലിയേ ഉള്ളൂ. ഞാൻ ഓണത്തിന് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നതാണ് പതിവ്. ഇപ്പോൾ പിന്നെ കുറേ കുട്ടികളൊക്കെ പുറത്തുനിന്ന് ആഹാരം വാങ്ങിച്ച് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്ന ഒരു പതിവ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. ഓണത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. ഇപ്പോൾ അങ്ങനെ സദ്യ ഉണ്ടാക്കുന്നതിനൊന്നും വലിയ പാടൊന്നും ഇല്ലല്ലോ. ഒരുപാട് എല്ലാ സാധനങ്ങളും അരയ്ക്കുന്നതിനും പൊടിക്കുന്നതിനും എല്ലാം യന്ത്രങ്ങൾ വന്നതോടുകൂടി നമുക്ക് സദ്യ ഉണ്ടാക്കുന്നതിനൊന്നും വലിയ പാടായിട്ട് തോന്നുന്നില്ല. പപ്പടം കാച്ചുന്നതോടുകൂടി ഏകദേശം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി പായസത്തിൻ്റെ പരിപാടികളൊക്കെ ഉള്ളൂ. ഏകദേശം ഒരു 11:30 മണിയോടുകൂടി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ ഇന്ന് ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഓണം ആയതുകൊണ്ട് അവരവരുടെ വീടുകളിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നീട് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് പായസത്തിലോട്ടിട്ടാൽ മതി. അതോടുകൂടി പായസത്തിൻ്റെ ജോലിയും കഴിഞ്ഞു. പാലടയാണ് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. ധർമ്മസലിയും പ്രഥമനും ഒക്കെ ആയിരുന്നു എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം പാലടയാണ് ഉണ്ടാക്കിയത്. വളരെ എളുപ്പമായിരുന്നു പാലട പ്രഥമൻ ഉണ്ടാക്കുന്നതിന്. കടയിൽ നിന്നൊക്കെ വാങ്ങി എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് ഓണത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് സദ്യ പോലെ ഒരുക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ പായസത്തിലേക്ക് ഇടുകയാണ്. ഇവിടെ നമ്മുടെ ഈ സൈഡിൽ നമ്മളങ്ങനെ നോൺ വെജ് ഉണ്ടാക്കാറില്ല നമ്മുടെ ഓണത്തിന്. അതേസമയം കണ്ണൂർ സൈഡ് വടക്കോട്ടൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും നോൺ വെജ് ഓണത്തിന് ഉണ്ടാക്കുന്ന പതിവുണ്ട്. ഇവിടെ നമ്മളങ്ങനെ എല്ലാവരും വെജിറ്റേറിയനാണ് നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം സൈഡുകളിലൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെയാണ് ഇതൊക്കെ. സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാറൊക്കെ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ അത് പന്നലായി പോകത്തേ ഉള്ളൂ. ആരും അധികം ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് അതൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ബാക്കി പരിപ്പ്, പപ്പടം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചിപ്സ്, ശർക്കര വരട്ടി എല്ലാം ഉണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ഇലയിലേക്ക് വിളമ്പി വെക്കും. ഒരു ഇലയിലേക്ക് എല്ലാം ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഒന്ന് വിളമ്പി വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വിളമ്പുകയാണ്. പരിപ്പും പപ്പടവും എല്ലാം വിളമ്പി അവിടെ വയ്ക്കും. ഓണത്തിൻ്റെ അന്ന് നമ്മുടെ പൂർവികരെ ഓർത്ത് ഒരിലയിലെല്ലാം വിളമ്പി വെക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ വിളമ്പുന്നതാണ്. അതിന് ശേഷം പിന്നീട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. ഓണത്തിൻ്റെ അന്ന് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹാപ്പിയായിട്ട് എല്ലാവരും ഇരുന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ഒരു ഐശ്വര്യമാണ് വീട്ടിൽ. അത് അങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
അതുപോലെ തന്നെ ഇല ചിലയിടത്തൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്ന ഇലയുണ്ടല്ലോ, അത് ആ ഇലയിൽ വിളമ്പുന്ന കാണാം. പക്ഷേ അത് അത്ര നല്ലതല്ല. നമ്മുടെ ഫ്രഷായിട്ടുള്ള വാഴയിലയിൽ തന്നെ സദ്യ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേ അതിൽ നിന്ന് കളറൊക്കെ ഇളകിയ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ പറ്റുന്നത് ചൂടോടെ വിളമ്പുമ്പോൾ അത് എത്രയായാലും അതൊരു നല്ലതല്ല. അതുകൊണ്ട് നമ്മുടെ വാഴയില തന്നെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നീട് വാഴയില കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പം വാങ്ങിക്കുന്ന ഇലയിൽ തന്നെ വിളമ്പാനല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കിട്ടുന്നിടത്തോളം നമ്മുടെ ഫ്രഷായിട്ടുള്ള വാഴയിലയിൽ തന്നെ എല്ലാ കറികളും വിളമ്പി, അതുപോലെ തന്നെ സദ്യയ്ക്ക് അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം നന്നായിട്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. നിങ്ങളും എല്ലാവർക്കും ഓണമൊക്കെ നല്ല സന്തോഷകരമായി കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇതിനുശേഷം ഞങ്ങൾ മാർക്കോയ്ക്ക് സദ്യ കൊടുത്തതാണ്. പക്ഷേ അവന് പായസം മാത്രം കഴിച്ചു, അതുപോലെ പപ്പടവും കഴിച്ചു. അല്ലാതെ മീനില്ലാത്തത് കൊണ്ട് ചോറൊന്നും കഴിക്കാൻ വലിയ മടിയായിരുന്നു. പിന്നീട് രാത്രിയിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മയും കൊച്ചച്ഛനും മകളും വന്നിട്ടുണ്ടായിരുന്നു. അവർ രാത്രിയിൽ കഴിക്കുന്നതാണ് കാണുന്നത്. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഓണമായിരുന്നു. നിങ്ങൾക്കും അതൊക്കെ നന്നായി കാണുമെന്ന് കരുതുന്നു. എല്ലാവരും നന്നായി ഓണം ആഘോഷിച്ചെന്നും കരുതുന്നു.